പ്രിയപ്പെട്ടവരെ, ജെറുസലമിലെ വചന ശുശ്രൂഷയിലൂടെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ദൈവജനത്തിന് ഉണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. അതിന്റെ ഒരു പ്രത്യക്ഷമായ തെളിവാണ് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനങ്ങളൊക്കെ. എവിടെയെല്ലാം വചനം ശ്രദ്ധയോടെ ശ്രവിക്കുന്നുണ്ടോ, വചനാധിഷ്ഠിത ജീവിതം നയിക്കുന്നുണ്ടോ, അവിടെയെല്ലാം വലിയതായിരിക്കുന്ന മാനസാന്തരങ്ങളും വലിയതായിരിക്കുന്ന അനുഗ്രഹങ്ങളും നമ്മൾ കാണാറുണ്ട്. ഇന്നിതാ ഇവിടെ സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ വെള്ളിയാഴ്ച തോറും പറയുന്ന ജീവിത സാക്ഷ്യങ്ങൾ ഒരാഴ്ചക്കാലം ഇവിടെയുള്ള ടിവിയിലൂടെ അതിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഏറ്റവും അടുത്ത് പറഞ്ഞ ആ സാക്ഷ്യത്തിന് വലിയ വിലയുണ്ട്. അതിന്ന് വളരെ സൂക്ഷിച്ചാണ് സാക്ഷ്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പറയാൻ സാധിക്കാതെ വരുന്ന ഏതെങ്കിലും സഹോദരന്മാരുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുകയാണ്. നമ്മൾ ആദ്യമായി സാക്ഷ്യം ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഗബ്രിയേൽ എന്ന് പറയുന്ന കുഞ്ഞിന്റെ സാക്ഷ്യമാണ് നമുക്ക് കേൾക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കാം നമുക്ക്. എന്റെ പേര് ബോണിയ, സ്ഥലം വേലുപ്പാടം. ഇതെന്റെ അനിയത്തിയും കുഞ്ഞുമാണ്. ഇവർക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം നൽകുന്നത്. ഇവൾക്ക് മൂന്ന് വർഷമായിട്ട്, വിവാഹം കഴിഞ്ഞ് 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിന് ആ സമയത്ത് ഇവർക്ക് ഇവിടെ വരാൻ സാധിച്ചിരുന്നില്ല. ഇവര് ബോംബെയിലായിരുന്നു. അങ്ങനെ അമ്മച്ചിയും 7 ആഴ്ച വന്ന് ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിന് ഫലമായിട്ട് ദൈവം ഒരു ആൺകുഞ്ഞിനെ നൽകി ഇവളെ അനുഗ്രഹിച്ചു. പിന്നെ ഇവൾക്ക് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇവളെ കാലിൽ ചെറുതായിട്ടൊരു തടിപ്പുണ്ടായിരുന്നു. അത് ഡെലിവറി കഴിഞ്ഞപ്പോൾ അത് വലിയ മുഴയായി മാറി. അങ്ങനെ ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസറിന്റേതാണെന്ന് സംശയമുണ്ട്, അതുകൊണ്ട് ബയോപ്സി ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സി ടെസ്റ്റിന് അയച്ചു കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് പട്ടത്തച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പം ഉണ്ടാവില്ല, നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കേ. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ 7 വെള്ളിയാഴ്ച വന്ന് നിയോഗം വെച്ച് ആരാധനയിലും കുർബാനയിലും പങ്കുകൊള്ളാമെന്ന് നിയോഗം വെച്ചിരുന്നു. പിന്നെ അച്ഛൻ ദിവ്യവൈദ്യനും ഔഷധവുമായ യേശുവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് മാതാവിന്റെ വെളിച്ചെണ്ണ പുരട്ടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് ചെയ്തു. അങ്ങനെ റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ ക്യാൻസറിന്റേതായിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൈകളടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിന്റെ 2 സാക്ഷ്യങ്ങളാണ് കേട്ടത്. ഒന്ന് 3 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെ കിട്ടിയ സന്തോഷം. എവിടെയൊക്കെ സന്തോഷമുണ്ടാകുമോ ആ സന്തോഷത്തോടൊപ്പം കൊച്ചു ദുഃഖങ്ങളും ഉണ്ടാകും. അതിന്റെ കാര്യമാണ് രണ്ടാമത്തെ കാര്യത്തിൽ പറഞ്ഞത്. പക്ഷേ നിന്റെ ദുഃഖം ഞാൻ സന്തോഷമാക്കി മാറ്റും. എങ്ങനെയാണ് ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ സാധിക്കുന്നത്? ദൈവം തരുന്ന ദുഃഖത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവഹിതകരമാകുന്നതിൽ മാറ്റി തരണമേ എന്ന് ഹൃദയപൂർവ്വം ഒരു വിശ്വാസി പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥന, ആ നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. 2 സാക്ഷ്യങ്ങളും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന സാക്ഷ്യങ്ങളാണ്. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ഈ കുടുംബത്തോട് ചേർന്ന് നമുക്ക് നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സാക്ഷി നൽകുന്നു ഏദൻ ആൻസൺ. എന്റെ പേര് റൈജി, എന്റെ വീട് തലൂരാണ്. ഞാൻ എന്റെ മോന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഞാൻ ജെറുസലേമിൽ വന്ന് 7 ആഴ്ച ഉപവസിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി ഞാൻ 2-3 മാസം കഴിഞ്ഞപ്പോൾ പ്രഗ്നന്റ് ആയി. അത് കഴിഞ്ഞ് 5-ാം മാസം ബ്ലീഡിംഗ് ആയിട്ട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു പ്രസവം നേരത്തെ ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിറ്റത്തെ മാസം ഞാൻ എന്റെ ഹസ്ബൻഡും വന്ന് ഇവിടെ താമസിച്ച് ധ്യാനം കൂടി. അതിന്റെ ഫലമായിട്ട് ഒരു കുഴപ്പം കൂടാതെ, ഓപ്പറേഷനൊന്നും കൂടാണ്ട് നല്ലൊരു ആൺകുഞ്ഞിനെ തന്ന ജെറുസലേം അത് ഞങ്ങളെ അനുഗ്രഹിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 3 വർഷങ്ങൾക്ക് ശേഷം ദൈവം നൽകിയ സ്നേഹ സമ്മാനം ഏദൻ ആൻസൺ. പ്രിയപ്പെട്ടവരെ, തുടർച്ചയായ പ്രാർത്ഥന, താമസമുള്ള ധ്യാനം, ഉപവാസം, ഇതിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകത നിങ്ങൾ കാണണം. ഇതവൻ വളരെ സൂക്ഷിച്ച് തന്നെ നോക്കുന്നുണ്ട്. അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൈയിലടിച്ചുകൊണ്ട് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഏദൻ ആൻസനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തിയടിച്ച് പാട്ടുപാടി സ്തുതിക്കാം നമുക്ക്
യേശുവിൻ നാമത്തിന് ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തിന് പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന് ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തിന് രക്ഷകൻ നാമത്തിന് രക്ഷകൻ നാമത്തിന്. ഇവിടെ വരെ സാക്ഷി നൽകുന്നു ബിജു. എൻ്റെ പേര് ബിജു. എൻ്റെ വീട് അവണിശ്ശേരി. 2013 ഏപ്രിൽ മാസത്തിൽ ഞാൻ പണി ചെയ്യുന്നതോടെ മുകളിൽ നിന്ന് വീഴുകയും എൻ്റെ കാല് പൂർണ്ണമായി തകരുകയും ചെയ്തു. ഡോക്ടർ 5 മാസം കഴിഞ്ഞിട്ടും എല്ല് സെറ്റാവുക വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും ഒരു ഓപ്പറേഷൻ, അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതല്ലാന്ന് വെച്ചെങ്കിൽ കാലിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കാല് പിന്നെ മുറിക്കേണ്ടത് വരുന്നു പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു, ജെറുസലേമിൽ വന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ എന്നോട് പറഞ്ഞു, യേശുവേ അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശദീകരിച്ച് സുഖപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന 37 വട്ടം എത്തിക്കാൻ പറഞ്ഞു. അതുപോലെ ഞാൻ ചെയ്തു. ഒരു എണ്ണ തന്നു, അങ്ങനെയും ചെയ്തു. പിന്നത്തെ മാസം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ എന്റെ കാല് പൂർണ്ണമായും സൗഖ്യമാവുകയും ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അവിടെ നിന്ന് ഇവിടെ വരെ എന്നെ കാത്തു പരിപാലിച്ച എന്റെ യേശുവേ, ഇന്ന് നടക്കുമ്പോൾ ഒരു കുഴപ്പവും എനിക്കില്ല. പക്ഷെ കാലിന്റെ അവസ്ഥ വളരെ മോശമാണ്. കാരണം എല്ല് ഇപ്പോഴും അങ്ങനെ പൂർണ്ണമായിട്ടും ജോയിന്റ് ആയിട്ടില്ല. എന്നാലും ഇതുവരെ എന്നെ കാത്ത എന്റെ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇവിടെ കാല് മുറിച്ചു കളയണം, ആ കാലിന് രക്ഷയുണ്ടാകില്ലെന്ന് വിധി എഴുതിയ ബിജുവിന്റെ ജീവിത സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഇവിടെ വളരെയേറെ തകർന്ന് ശാരീരികമായി മാനസികമായി തകർന്നു വരുന്ന ഒട്ടനവധി രോഗികളുടെ കാര്യത്തിൽ ദൈവം ഇടപെട്ട് അത്ഭുതകരമായ സൗഖ്യം നൽകി കർത്താവിന്റെ ആൾത്താരിൽ കൂട്ടിക്കൊണ്ടുവരുന്ന ഈ മഹനീയമായ കാഴ്ച കാണുമ്പോൾ ദൈവത്തെ എങ്ങനെയാണ് നമ്മൾ സ്തുതിക്കാതിരിക്കുക? പ്രിയപ്പെട്ടവരെ, ധാരാളം യുവജനങ്ങൾ, ധാരാളം ദമ്പതിമാര് അവരുടെ സഹനങ്ങളും പ്രയാസങ്ങളുമായി കടന്നുവന്നവരെ തൊട്ടു സുഖപ്പെടുത്തിയ ഒരു അത്ഭുത സാക്ഷ്യത്തിന്റെ ഒരു പ്രാർത്ഥനയാണ്. യേശുവെ അവിടുത്തെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിച്ച് സുഖപ്പെടുത്തണമേ. കർത്താവ് പറഞ്ഞു 37 പ്രാവശ്യം ബിജുവിനോട് ചെല്ലാനായിട്ട്. ആ പ്രാർത്ഥന വിശ്വസ്തയോട് ചൊല്ലിക്കൊണ്ടാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പോലും അത്ഭുതപ്പെടുന്ന വിധത്തിലുള്ള റിസൾട്ടാണ് കണ്ടത്. ആ നല്ല ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കാലുകൾ മുറിച്ചു കളയേണ്ട കാലുകളെ ഇതാ 2 കാലുകളുമായി ഇന്ന് ബിജുവിടെ കടന്നു വന്നിരിക്കുകയാണ്. കാലുകൾ തന്ന ദൈവത്തെ നന്ദി പറഞ്ഞ് കരങ്ങൾ ഉയർത്തിയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന് ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തിന് രക്ഷകൻ നാമത്തിന്. ഇവിടെ ദൈവത്തിന്റെ വലിയ സ്നേഹം കാണുമ്പോൾ ബിജു ഞാൻ നോക്കുകയായിരുന്നു. അന്ന് വന്ന ബിജുവിന്റെ മുഖമൊന്നുമല്ല ഇപ്പോൾ കാണുന്നത്. ദൈവത്തിന് നന്ദി. സാക്ഷി നൽകുന്നു സ്റ്റീയ മരിയ. എന്റെ പേര് മീനു. ഞാൻ അരിപ്പാട്ടിൽ നിന്ന് വരുന്നു. ഞാൻ എന്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. ഓഗസ്റ്റ് 27-ാം തീയതി എന്റെ മോൾക്ക് പനി തുടങ്ങി. 5 ദിവസം കഴിഞ്ഞിട്ടും പനി കുറയുന്നില്ല. അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ടും മരുന്ന് കൊടുത്തിട്ടൊന്നും കുറയണില്ല. അപ്പം മാഡം പറഞ്ഞു എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പ്ലേറ്റ്ലെറ്റ് 1,00,000, പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ SGOT 36 നോർമല്, അത് 586 അപ്പോൾ മാഡം പറഞ്ഞു എന്താണ് രോഗം നമുക്ക് നോക്കാം, ഇനിയിപ്പോൾ ഡെങ്കിപ്പനിയാണല്ലോ നടക്കണേ, ഇപ്പോൾ ഡെങ്കിപ്പനി ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡെങ്കിപ്പനി ടെസ്റ്റ് ചെയ്തപ്പോൾ അതും പോസിറ്റീവായി. അപ്പോൾ മാഡം അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അച്ഛനെ വിളിച്ചു, പട്ടത്തച്ഛനെ. അപ്പം അച്ഛൻ പറഞ്ഞു മാതാവിന്റെ ബർത്ത്ഡേ സമ്മാനമായിട്ട് ഈ രോഗം സൗഖ്യമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മോളുടെ ചെവിട്ടിൽ ഫോൺ വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മോളുടെ ചെവിട്ടിൽ ഫോൺ വെച്ച് കൊടുത്തു. അച്ഛൻ കുറേ നേരം പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്നും ഇവിടെ അൾത്താരയിൽ സാക്ഷിയാക്കി മാറ്റാനും ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി 4 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 5-ാം ദിവസം മോളുടെ പ്ലേറ്റ്ലെറ്റ് 1,00,000 ആയത് 3,85,000 SGOT 586 ആയത് 46 ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇതിനകത്ത് പ്ലേറ്റ്ലെറ്റിന്റെ കംപ്ലൈന്റുമായി വന്ന് ആരെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ അവരെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക.
അവർക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. പ്ലേറ്റ്ലെറ്റ് കുറയുന്നു. അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളായിട്ട് ആരെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് കരങ്ങൾ ഉയർത്തി. അത് മോൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അവൾ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ് വന്നിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഇതാ ഇവിടെ നിൽക്കുന്ന സ്റ്റീയ മരിയ. വളരെയധികം വെറും 1 ലക്ഷത്തിൽ താഴെ വന്നത് ഒരു 10-15 ദിവസം കൊണ്ട് 3 ലക്ഷമാക്കി മാറ്റാമെങ്കിൽ നിന്നെയും മോളെയും കർത്താവ് തൊട്ട് സുഖപ്പെടുത്തും. ഈ കുഞ്ഞിന്റെ കരങ്ങൾ ഉയർത്തി പിടിച്ച് കർത്താവിനെ സ്തുതിച്ചാൻ എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് രോഗമാണെങ്കിലും കർത്താവിന് ഇപ്പോൾ വിട്ടുകൊടുക്കാൻ ആ മകളോട് കർത്താവ് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറഞ്ഞത്. കരമുയർത്തി മോളെ, കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഒന്നും അറിയണം. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം. കർത്താവേ, ശാരീരികമായിരിക്കുന്ന രോഗപീഠകളുമായി നിൽക്കുന്ന സർവ്വ മക്കളുടെ രോഗപീഠകൾ ഇപ്പോൾ വിട്ടുപോകട്ടെ. സ്റ്റീയ മരിയയ്ക്ക് അത്ഭുതകരമായി സൗഖ്യം കിട്ടിയതുപോലെ ഇപ്പോൾ പ്ലേറ്റ്ലെറ്റിന്റെ കുറവുമായിട്ട് ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ കാണുകയോ കേൾക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അത്ഭുത സൗഖ്യം, അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. യേശുവേ, 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 യേശുവേ. പാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തില്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തിന്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്, യേശുവിൻ നാമത്തിന്, യേശുവിൻ നാമത്തിന്. പ്രിയപ്പെട്ടവരെ, CK ജോയ് ചിരിയൻകണ്ടത്ത്, നിർമ്മലപുരം, കണിമംഗലം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വരുന്നവർ കടന്നു വരാൻ ക്ഷണിക്കുന്നു. CK ജോയ് ചിരിയൻകണ്ടത്ത്, ഹൗസർ, നിർമ്മലപുരം. ആ ആളിവിടെ ഉണ്ടെങ്കിൽ ഇതിന്റെ പിന്നിലേക്ക് കടന്നു വരുവാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സാക്ഷി നൽകുന്നു മാക്സിവെൽ. എന്റെ പേര് ജൂലി, സ്ഥലം മത്താകര. ഞാൻ എന്റെ അനിയത്തി ജിൻസിക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. അവൾക്ക് മൂത്തത് 2 പെൺകുട്ടികളായിരുന്നു. അവൾ ഗർഭിണിയായിരുന്ന സമയത്ത്, ഗർഭിണിയായ സമയം മുതൽ, ആ വെള്ളിയാഴ്ച മുതൽ അവൾ പ്രസവിക്കുന്ന ആ വെള്ളിയാഴ്ച വരെ എല്ലാ വെള്ളിയാഴ്ചകളിലും നിയോഗം വെച്ച് അവൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് മെയ് 28-ാം തീയതി നല്ലൊരു ആൺകുട്ടിയെ നൽകി ദൈവം അനുഗ്രഹിച്ചു. അടുത്ത സാക്ഷ്യം എന്റെ മകൾക്ക് വേണ്ടിയാണ്. എന്റെ മകൾ കഴിഞ്ഞ വർഷം 10-ലായിരുന്നു. അവൾ പഠിക്കുവാനായിട്ട് വളരെ മോശമായിരുന്നു. ഇവിടെ അവൾ കഴിഞ്ഞ വർഷം 10-ാം ക്ലാസ്സിൽ സ്കൂളിൽ പോയ ദിവസം തൊട്ട് അവൾക്ക് റിസൾട്ട് വരുന്നത് വരെ എല്ലാ വെള്ളിയാഴ്ചകളിലും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 70% മാർക്കോടുകൂടിയും നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 2 പെൺകുട്ടികൾക്ക് ശേഷം ഒരു ആൺകുഞ്ഞിനെ കിട്ടുക അത് അപ്പന്റെ അമ്മയുടെ ഒരു ആഗ്രഹമാണ്. ഒരു സഹോദരിക്ക് വേണ്ടി സ്വന്തം സഹോദരി പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറണം. നമ്മുടെ സ്വന്തം കാര്യം മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങൾ കൂടി നടത്തിയ അത്ഭുതകരമായ സാക്ഷ്യമാണ് ഇപ്പോൾ കേട്ടത്. മാക്സിവെൽ ഇതാ കുടുംബത്തിന്, തലമുറയ്ക്ക് ഒരു വെളിച്ചമായി തീരുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തിന്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്, യേശുവിൻ നാമത്തിന്. സാക്ഷി നൽകുന്നു ഡോക്ടർ അനീഷ്യ ജോയ്. എൻ്റെ പേര് ഡോക്ടർ അനീഷ്യ ജോയ്. എൻ്റെ വീട് ഒല്ലൂർ. എൻ്റെ അമ്മ ഇവിടെ വന്ന് മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ചകളും നിയോഗം വെച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, ജെറുസലേം അപ്പസ്തോലയുടെ ഫലമായി ഈ കഴിഞ്ഞ കേരള ഡെന്റൽ PG എൻട്രൻസ് എക്സാമിൽ ഉന്നത വിജയം ലഭിക്കുകയും 87-ാം റാങ്ക് ലഭിക്കുകയും അതിൻ്റെ ഫലമായി ഗവൺമെന്റ് ഡെന്റൽ കൗൺസിലിംഗിൽ റോയൽ ഡെന്റൽ കോളേജ് ചാലിശ്ശേരി പാലക്കാടിൽ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി ആൻഡ് എൻഡോഡോണ്ടിക്സിൽ PGക്ക് സീറ്റ് ലഭിക്കുകയും ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ പ്രവീൺ ജോൺ ENT PG കഴിഞ്ഞ് ഉന്നത വിജയം ലഭിക്കുകയും ഇവിടെ കുന്നംകുളം താലൂക്ക് ഹോസ്പിറ്റൽ ഗവൺമെന്റ് സർജനായി ജോലി ലഭിക്കുകയും ചെയ്തു. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിലെ ഒരു നല്ലൊരു ജോലിക്കായിട്ടുള്ള അമ്മയുടെ പ്രാർത്ഥന ജെറുസലേം വചനകൂടാരത്തിലെ കൺവെൻഷൻ അപ്പസ്തോലനായി തീർന്നതിനുള്ള ഒരു അനുഗ്രഹ സമ്മാനമായി അനീഷ്യ ജോയ്ക്കും അതുപോലെ ജീവിത പങ്കാളിക്കും
നല്ലതായിരിക്കുന്ന പ്രശസ്തമായ വിജയം കിട്ടുക മാത്രമല്ല, നല്ല ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാനായിട്ടുള്ള പ്രത്യേകമായ അനുഗ്രഹമാണ് ദൈവം നൽകിയത്. നിങ്ങൾ കേൾക്കുന്നുണ്ട്, ഓരോ ആഴ്ചയിലെ ഏതെങ്കിലും ഒരു ഡോക്ടർമാർ ഈ അൾത്താരയിൽ വന്ന് നിൽക്കുന്നത്. അവിടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിക്കുന്നതോടൊപ്പം അനേകം ജീവിതങ്ങൾക്ക് വിശ്വാസത്തിൽ വളരുവാൻ ഇവിടെ സാക്ഷ്യങ്ങൾ വളരെ അനുഗ്രഹദായമാണ്. പ്രത്യേകമായ വിധത്തിൽ അനീഷ്യ ജോയ്ക്കും ജോണിനും ഞങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ നേരുന്നു. ആയിരിക്കുന്ന സ്ഥലത്ത് ഉന്നതമായിരിക്കുന്ന വിജയമുണ്ടാകുവാനും നല്ല രോഗി പരിചരണ ശുശ്രൂഷയിലൂടെ യേശു തുടങ്ങിയ ശുശ്രൂഷ വിദഗ്ധമായ വിധത്തിൽ നിർവഹിക്കുവാൻ അഭിഷേകമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൈകളടിച്ച് നമുക്ക് നന്ദി പറയാം. നല്ല ദൈവത്തിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് നന്ദി പറയാം. സാക്ഷ്യം നൽകുന്നു കാതറിൻ. എൻ്റെ പേര് അൽഫോൻസ. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. എൻ്റെ മകൾ വിവാഹം കഴിഞ്ഞ് 4 വർഷമായിട്ട് മക്കളില്ലാതെ വിഷമിച്ചിരിക്കെ ഞങ്ങളിവിടെ വന്ന് വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥനയും കുർബാനയും ഒക്കെ കൂടുകയും ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇവിടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും അതിൽ നിയോഗം വെച്ച് എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നു. മകൾ ഇപ്പോൾ 2ാമതും പ്രഗ്നന്റാണ്. ദൈവത്തിന് നന്ദി. യേശുവേ. പ്രിയപ്പെട്ടവരെ, അപ്പന്റെയും അമ്മയുടെയും പ്രാർത്ഥന മകൾക്ക് സന്താന സൗഭാഗ്യത്തിന് വഴി തെളിയിക്കുന്നു. ഇവിടെ പലപ്പോഴും വിദൂരങ്ങളിൽ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ദൈവമായ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്, കുഞ്ഞുങ്ങളില്ലാത്ത മക്കളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ വന്ന് യേശുവിന്റെ മുമ്പിൽ സ്നേഹത്തോടെ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് സന്താന ഭാഗ്യമുണ്ടാകും. അതിന്റെ വലിയ സാക്ഷ്യമാണ് ഇപ്പോൾ കേട്ടത്. 4 വർഷങ്ങൾക്ക് ശേഷം ദൈവം നൽകിയ സ്നേഹ കുഞ്ഞിനെ കരങ്ങൾ എടുത്തുകൊണ്ടാണ് അമ്മച്ചു നിൽക്കുന്നത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തിയടിച്ച് ദൈവത്തെ നന്ദി പറയും. യേശുവിൻ നാമത്തിന് ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ. രക്ഷകൻ നാമത്തിന്, രക്ഷകൻ നാമത്തിന്, രക്ഷകൻ നാമത്തിന്. സാക്ഷ്യം നൽകുന്നു സിയോൺ. എൻ്റെ പേര് ആനി. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ മോള് കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി. കുട്ടികളില്ലാണ്ടായപ്പോൾ 7 വെള്ളിയാഴ്ച നിയോഗം എടുത്തിട്ടുള്ള വന്നിരുന്നു. പിന്നെ മക്കളില്ലാത്ത ദമ്പതികളുടെ പ്രാർത്ഥനയിലും വന്നിരുന്നു. പിന്നെ 8 നോയമ്പില് ഞങ്ങളെല്ലാവരും ഉപസിച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി ഞങ്ങൾക്ക് നല്ലൊരു ആൺകുഞ്ഞിന് നന്ദി. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, 5 വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥതയോട് ചേർന്നുകൊണ്ട് ദൈവം നൽകിയ സ്നേഹ സമ്മാനമാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്ന സിയോൻ മോൻ. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. മാതാവിന്റെ കോടിയത്തിന് പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുടെ ആഗ്രഹങ്ങൾ ദൈവം സാധ്യതമാക്കി തരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് യേശുവിൻ നാമത്തിന് ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ. രക്ഷകൻ നാമത്തിന്, രക്ഷകൻ നാമത്തിന്. സാക്ഷ്യം നൽകുന്നു റോസ്മിൻ. എൻ്റെ പേര് റോസ്മിൻ. എൻ്റെ വീട് ഇവിടെ തല്ലൂരാണ്. ഞാൻ 1 വർഷമായിട്ട് ജെറുസലേമിൽ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് പൂർണ്ണമായിട്ടൊരു ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന്. ഞാൻ ഇവിടുന്ന് വന്നിട്ടുള്ള പരീക്ഷാ വിജയത്തിനുള്ള പ്രാർത്ഥന എന്നും പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ ചെല്ലാറുണ്ട്. അങ്ങനെ ഈ വർഷത്തെ കേരള മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 1300 റാങ്ക്. ഈ റാങ്കിന് പക്ഷേ എനിക്കൊരു സീറ്റ് കിട്ടിയില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. ആ സമയത്താണ് ഓൾ ഇന്ത്യയുടെ മെഡിക്കൽ പരീക്ഷ ഈ വർഷം ആദ്യം എടുത്തത് ക്യാൻസൽ ചെയ്തിട്ട് 2ാമത് എടുക്കാനുള്ള തീരുമാനം വന്നത്. അപ്പോ 1 മാസം 2ാമത് എടുക്കാനുള്ള പരീക്ഷയ്ക്ക് 1 മാസത്തെ ഇടവേളയിൽ ഞാനും എൻ്റെ അമ്മയും എന്നും ചാവറച്ചോരോടുള്ള നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. പറ്റാവുന്ന ദിവസമൊക്കെ ഇവിടെ വൈകുന്നേരം കുർബാനയ്ക്ക് വന്ന് പ്രാർത്ഥിച്ചിരുന്നു. പരീക്ഷ എന്നതിന് മുമ്പ് പട്ടത്തച്ഛനെയും ലൂഷ്യസത്തിനെയും കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഓൾ ഇന്ത്യയുടെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 3073 റാങ്ക് ഉണ്ടായിരുന്നു.
അപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് കേരളത്തിൽ കിട്ടില്ല, പുറത്ത് പോയി പഠിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷെ ആദ്യത്തെ അലോട്ട്മെന്റ് വന്നപ്പോൾ ഈശോ എനിക്ക് പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഒരു പൂർണ്ണമായിട്ടുള്ള മെറിറ്റ് സീറ്റ് തന്ന് എന്നെ അനുഗ്രഹിച്ചു. കൈകളടിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ നിർണായകമായ നിമിഷത്തിൽ പരീക്ഷ പോലും വേണ്ടെന്ന് വെച്ചത് അത് റോസ്മിക്ക് വേണ്ടി മാത്രമായി ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റ് പരീക്ഷ എഴുതി അവൾ ഉന്നതമായ വിജയം നേടി ഒരു ഗവൺമെന്റ് ഒരു പ്രത്യേകമായ മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടിയ അത്ഭുതകരമായ സാക്ഷ്യം. നമുക്ക് വേണ്ടി ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്യുന്നത്. അതിന്റെ പിറകിൽ അപ്പന്റെ അമ്മയുടെ സഹനമുണ്ട്, പ്രാർത്ഥനയുണ്ട്, റോസ്മിയുടെ പ്രത്യേകമായിരിക്കുന്ന വിശ്വാസത്തിന്റെ വലിയ തീഷ്ണതയുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ കാര്യത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവിടുന്ന് കരുണ വർഷിക്കും. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. നമുക്ക് സാക്ഷി നൽകുന്നു ആരോൺ. എന്റെ പേര് ഫ്രാൻസി. എന്റെ വീട് പറവൂരില്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. രണ്ടാമത്തെ മകന് വേണ്ടിക്കൊണ്ട് ഞാൻ സാക്ഷ്യം പറയുന്നത്, അവന് 1.5 വയസ്സുള്ളപ്പോ പെട്ടെന്ന് രാവിലെ ഏറ്റപ്പോ ഛർദി, വയറ്റിൽ നിന്ന് ബ്ലഡും പോയിട്ട് ഞങ്ങളവിടെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ആള് പറഞ്ഞു ജലദോഷത്തിന്റെ കഫക്കെട്ടിന്റെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് തന്നിട്ട് ഒരു മാറ്റിലുണ്ടായപ്പോ ഞങ്ങള് ജൂബിലി മിഷനിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ സ്കാൻ ചെയ്തപ്പോ പറഞ്ഞു അവന്റെ വൻകുടലും ചെറുകുടലും ജോയിന്റ് ആയിരിക്കുന്ന ഭാഗത്ത് പഴുത്തേക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് സർജറി അല്ലാണ്ട് ഞങ്ങൾ നോക്കാൻ പറ്റിയില്ലെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് വൈകുന്നേരം തന്നെ എന്നിട്ട് സർജറി ചെയ്തു. അപ്പൊ സർജറി ചെയ്ത് കഴിയുമ്പോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് 99% ഉറപ്പില്ല എന്ന് വെച്ചാൽ കുടല് ജാമായിരിക്കുന്ന ഭാഗത്ത് പഴുത്തേക്കാന്ന് പറഞ്ഞു. ആ പഴുത്ത ഭാഗം കട്ട് ചെയ്തിട്ട് വേറെ നമ്മള് വെക്കണതാന്ന് പറഞ്ഞു. അത് പിന്നെയും ശരീരത്തിൽ എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ തന്നെ വിട്ടുപോരാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അവര് ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞപ്പോ പിന്നെ ഇതേപോലെ തന്നെ അവര് വന്നു. അപ്പൊ എന്റെ അമ്മ നേർന്ന 7 ആഴ്ച ജെറുസലേമിൽ വന്ന് വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയാന്ന് പ്രാർത്ഥിച്ചായിരുന്നു അമ്മ. അത് കഴിഞ്ഞിട്ട് 1 മാസം പിന്നെയും കഴിഞ്ഞ് അവര് വന്നു കഴിഞ്ഞപ്പോ ആദ്യം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞു ആദ്യം കുടല് നമ്മള് മുറിച്ച് കളഞ്ഞിട്ട് വെച്ച ഭാഗം പിന്നെ ഒട്ടിപ്പിടിച്ചേക്കാണ്. അപ്പൊ മരുന്ന് ശരിയാവില്ല, ആദ്യം ഓപ്പറേഷൻ ചെയ്തേക്കണ കാരണം. അപ്പൊ ആദ്യം പിന്നെയും ആ ഓപ്പറേഷൻ ചെയ്ത ഭാഗം റീഓപ്പൺ ചെയ്ത് സർജറി ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തന്നെ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2ാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ ജെറുസലേമിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പട്ടത്തച്ഛനെ കണ്ട് മോനെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ പട്ടത്തച്ഛൻ ഇവിടുത്തെ നിലവിളക്കിലത്തെ വെളിച്ചെണ്ണ എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ ഒരു പ്രാർത്ഥന യേശുവേ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമെന്ന് ഒരു ദിവസത്തില് 22 പ്രാവശ്യം എന്നോട് ചൊല്ലാൻ പറഞ്ഞു. മോന് വെളിച്ചെണ്ണ പറ്റി കൊടുക്കാൻ പറഞ്ഞു. ഇനി അത് വരില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അവന് 5 വയസ്സായി, ഇതേവരെ പിന്നെ വന്നിട്ടില്ല. ഒരു പ്രിയപ്പെട്ടവരെ, കുടലൊട്ടിപ്പോയ ആരോണിന്റെ ഒരു ജീവിത സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന, കരഞ്ഞപേക്ഷിക്കുന്ന ഒരു പറ്റം വിശ്വാസികളുടെ ഒരു വലിയ കൂടാരമാണ് ജെറുസലേം വചന കൂടാരം. അമ്മയുടെയും അപ്പന്റെയും ഇന്ന് അപ്പന്റെ കൈകളിൽ അവൻ ഇരിക്കുകയാണ്. ആരോൺ 5 വർഷമായിട്ടും അതിന്റെ ഒരു രോഗത്തിന്റെ ലക്ഷണം പോലും ഇല്ലാത്ത വിധത്തിൽ പൂർണ്ണമായി കർത്താവ് സൗഖ്യം നൽകിയ ഈ അത്ഭുത സാക്ഷ്യത്തെ ഓർത്തുകൊണ്ട് ദൈവത്തോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ചേട്ടനും അനുജനും നന്ദി പറയാം. നമുക്ക് അതോടൊപ്പം 3ാമത്തെ ഒരു കുഞ്ഞ് ഇത് അമ്മയുടെ ഗർഭപാത്രത്തിലുണ്ട്. അതിനെ കൂടി പ്രാർത്ഥിക്കുകയാണ്. 2 അനുജന്മാരുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹം മോളെ അനുഗ്രഹിക്കുകയാണ്. സാക്ഷ്യം നൽകുന്നു സിൽവി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എന്റെ പേര് സിൽവി സെബാസ്റ്റ്യൻ. ഞങ്ങൾ അരുവിമംഗലത്തുനിന്ന് വരുന്നു. എനിക്ക് ഒരു ഭവനം വാങ്ങിയിൽ 5 ലക്ഷം കടബാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ നിരന്തരമായി ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. 4 വർഷത്തോളമായി ഈ നിയോഗത്തിന് വേണ്ടി സ്ഥിരമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പട്ടത്തച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥന സഹായം ചോദിച്ചു. അച്ഛൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, കർത്താവ് വഴി ഒരുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു 5 ലക്ഷത്തിന്റെ കുറി ഉണ്ടായിരുന്നു. അത് 8 വർഷത്തേക്കാണ്. ആ കുറി ഞങ്ങൾക്ക് കിട്ടി. ജെറുസലേനാഥനോടും പരിശുദ്ധ അമ്മയോടും പ്രത്യേകം മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.
ഇവിടെ ഒരു സിൽവിയും ഈ 2 മക്കളും അപ്പനും എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് കുറെ കണ്ണുനീരും പ്രാർത്ഥനയുമായി വരുന്നൊരു കുടുംബമാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. 2 മക്കളും ഇവിടുത്തെ ശുശ്രൂഷകരാണ്, ബാലപ്രേക്ഷിതരാണ്. ഇവിടെ അവർക്ക് ദൈവം വഴിയൊരുക്കാതിരിക്കുകയില്ല. ദൈവത്തെ തേടുന്നവർക്കും അവിടുത്തെ വഴി അന്വേഷിക്കുന്നവർക്കും തക്ക സമയത്ത് ദൈവം വഴി ഒരുക്കി കൊടുക്കാണ് അത്ഭുതകരമായ മാർഗങ്ങളിലൂടെ. ഇന്നിതാ വലിയ സന്തോഷം കടന്നു വന്നിരിക്കുന്ന കടബാധ നിന്ന് വിടുതൽ നൽകിയ കുടുംബത്തെ ഓർത്തുകൊണ്ട് ദൈവത്തോട് നാം നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിനെ. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തിനെ, രക്ഷകൻ നാമത്തിനെ. സാക്ഷ്യം നൽകുന്നു ജോയ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എന്റെ പേര് ജോയി, കണിമാലെന്നും മലപ്പുഴ വരുന്നു. ഞാൻ എന്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം നൽകുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ ഞാനിവിടെ മൂന്നാമത്തെ വെള്ളിയാഴ്ചത്തെ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മനക്കൊടിയിൽ നിന്ന് ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, ആ മകളുടെ മകൻ 3 പ്രാവശ്യമായി പരീക്ഷ തോറ്റു, വീണ്ടും പരീക്ഷയ്ക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവര് മെഴുതിരി കത്തിച്ചെന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ആ മകന്റെ പരീക്ഷ കർത്താവിന് സമർപ്പിച്ചപ്പോൾ ആ മകൻ പരീക്ഷയിൽ ഉന്നതമായി വിജയം ലഭിച്ചുവെന്ന്. ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ മകനും അടുത്ത് ചെയ്യാൻ പോകുന്ന പരീക്ഷ പാസ്സാകുന്നുവെങ്കിൽ ഞാൻ അവനെ ഇവിടെ സാക്ഷ്യം പറയാമെന്നും അവന് കിട്ടുന്ന ജോലിയിൽ നിന്നും ദശാംശമായി ഇവിടെ വന്നു കൊടുത്തോളാമെന്നും നിറവേറ്റുകയും അത് പറഞ്ഞു കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി. ജനുവരി 27-ാം തീയതി കാലത്ത് കൊച്ചിയിലുള്ള MMD സെന്ററിൽ അവന് പരീക്ഷയായിരുന്നു. അവൻ 3rd ഓഫീസർ പോസ്റ്റിലേക്ക് ഷിപ്പിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവന്റെ പരീക്ഷയായിരുന്നു. കാലത്ത് പരീക്ഷ നടത്തിയപ്പോൾ ആ പരീക്ഷയിൽ അവൻ തോറ്റുകിട്ടി. യേശുവേ നന്ദി. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു, അമ്മയോട് പറഞ്ഞു, അമ്മേ പരീക്ഷ ഞാൻ തോറ്റുവിട്ടാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ വീട്ടില് മെഴുതി കത്തിച്ചെന്ന് പ്രാർത്ഥിക്കുകയും ഉപവാസിച്ചിരിക്കുകയായിരുന്നു. ഇത് കേട്ടപ്പോ അമ്മയ്ക്കൊരു മനസ്സിന് സാഹചര്യം, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മറ്റുള്ളവർ എത്രയോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും എന്റെ മകൻ തോറ്റല്ലോ എന്ന്. അപ്പൊ അമ്മ പറഞ്ഞു, ഇനി ഞാൻ ഈ ഉപവാസം നിർത്താൻ പോവാണ്, മെഴുതി ഊതാൻ പോവാന്ന് പറഞ്ഞിട്ട് ആളും എനിക്ക് പോയപ്പോ തോന്നി, വേണ്ട, എന്തായാലും ഈ 12 മണി വരെ ഇരുന്നതല്ലേ, ഇനി അത് രാത്രി വരെ ഇരുന്നോട്ടെ എന്ന് വെച്ചാൽ രാത്രി വരെ ഉപവാസം നടത്തുകയും ആ മെഴുതി തുടർച്ചയായി കത്തിക്കുകയും ചെയ്തു. ഇത് കേട്ട് ഞാൻ അപ്പോൾ കൊടുങ്ങല്ലൂർ സ്ഥലത്ത് ഒരു ജപമാലയെ പങ്കുകൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ജപമാല ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, യേശുവെ നീ തോൽപ്പിച്ചു തന്നതിന് നന്ദി പറയാൻ വേണ്ടി അവിടെയുള്ളവരെല്ലാവരും കൂടി യേശുവിന് നന്ദി പറഞ്ഞു. തിരിച്ച് 5 മണിക്ക് വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ മകൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അവനോട് നീ എന്താണ് വരാത്തതെന്ന് വിളിച്ചു ചോദിച്ച അവൻ പറഞ്ഞു, ഞാൻ എന്റെ പരീക്ഷാ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിൽ പ്രചോദനം തോന്നി, ഇപ്പോൾ അവനൊരു പരീക്ഷ നടത്തുകയും അവൻ വിജയിക്കുകയും ചെയ്യുമെന്ന് വലിയ ഉത്ബോധം നമുക്ക് തന്നു. ഞാൻ അത് മനസ്സിൽ വെച്ചുകൊണ്ട് കർത്താവിനെ, അഗ്നിയായ പരിശുദ്ധാത്മാവേ, പാറയെ തറക്കുന്ന പരിശുദ്ധാത്മാവേ, എന്റെ മകന്റെ പരീക്ഷയ്ക്ക് തടസ്സമാകുന്ന എല്ലാ തടസ്സത്തെയും അങ്ങ് തകർത്ത് തരിപ്പണമാക്കി കളയണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോ അത് കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ അവന്റെ ഫോൺ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. പപ്പേ, എനിക്ക് പരീക്ഷ നടത്തി. ആ ഓഫീസർ ചോദിച്ചു, എന്താണ് നീ തോൽക്കാൻ കാരണമെന്ന്. ആ പറഞ്ഞു, സാറേ, ഞാൻ ചോദിച്ച പരീക്ഷയ്ക്കെല്ലാം ഉത്തരം പറഞ്ഞിട്ടുണ്ട്, എന്താണ് തോൽക്കാൻ കാരണമെന്ന് എനിക്കറിയില്ല എന്ന്. അപ്പോൾ ഓഫീസറാണ്, നിനക്ക് ഞാൻ ഇപ്പോൾ ഒരു സ്പെഷ്യൽ പരീക്ഷ നടത്താൻ പോവുകയാണ്. ആ പരീക്ഷ നടത്തുക എന്നുള്ളത് അവിടെ അപ്രാപ്യമാണ്, മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യമല്ല, ദൈവം അതിൽ ഇടപെട്ടതുകൊണ്ടാണ്. അപ്പോൾ രാത്രി 5:30 മണിക്ക് ഒരു പരീക്ഷാ സെന്ററിൽ വീണ്ടും തോറ്റ വിദ്യാർത്ഥിക്ക് ഒരു പരീക്ഷ നടത്തുക എന്നുള്ളത്. അവൻ ആ പരീക്ഷ നടത്തുകയും അതിൽ ഉന്നതമായ വിജയം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഓഫീസർക്ക് അറിയാമായിരുന്നു ഇവൻ ഇതിനെപ്പറ്റി എല്ലാം അറിയാമെന്നും അവർ ഇതിന്റെ മുന്നേ 2-3 പരീക്ഷയാണ് മൊത്തമുള്ളത്, അതിൽ ഫസ്റ്റ് പരീക്ഷയാണ് ഇത്, 2ും 3ും ചെയ്ത് അവൻ പരീക്ഷ ജയിച്ചിരിക്കുകയായിരുന്നു. ആ ഓഫീസർ നടത്തിയ പരീക്ഷ ജയിച്ച് അവന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇവിടെ തിരിച്ച് 2-3 കോഴ്സുകൾ ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്ത് അവന്റെ കമ്പനിക്ക് വിളിച്ചു, സാറേ, ഞാൻ എന്റെ കോഴ്സുകളെല്ലാം ചെയ്തു കഴിഞ്ഞു, എനിക്ക് എന്നാണ് അറ്റൻഡ് ചെയ്യാൻ കഴിയുക എന്ന്. അപ്പോ വന്നു, സെപ്റ്റംബർ മാസത്തിൽ നിനക്ക് അറ്റൻഡ് ചെയ്യാമെന്ന്. ഉടനെ തന്നെ അവൻ ശരി പറയാമെന്ന് പറഞ്ഞ് അവന്റെ കൂട്ടുകാരനെ വിളിച്ചു. അവന്റെ കൂട്ടുകാരൻ ഓഫീസിൽ വിളിച്ചപ്പോ പറഞ്ഞു, ഞാൻ വേറെ കമ്പനിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ നിനക്ക് ശുപാർശ ചെയ്യാം. അരമണിക്കൂറിനുള്ളിൽ അവന് വേറെ പുതിയ കമ്പനിയിൽ
ജോലി ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് അവൻ US ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്പെയിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു പരീക്ഷയുടെ തോൽവി മറ്റൊരു വിജയത്തിന്റെ വഴിവിളക്കായി മാറിയ അനുഗ്രഹദായമായ സാക്ഷ്യമാണ് ജോയി ഇവിടെ സാക്ഷി നൽകിയത്. ചിലപ്പോഴൊക്കെ ചില പരാജയം വരുമ്പോൾ തകർന്നു പോകരുത്. ദൈവത്തെ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനോട് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനോട് നന്ദി പറയാം.